ഫോണിങ്ങനെ അടിച്ചോണ്ടിരിക്കുക. ഇതാണ് എടുത്തോളൂ. പുതിയ ബനിയൻ, നമ്മുടെ ബ്രാൻഡ് ഇതാണ്. കളർ വെറൈറ്റി കളറുകൾ വന്നിട്ടുണ്ട്. മറ്റേ ബനിയൻ്റെ ഷർട്ടൊക്കെ എൻ്റെ മടുത്തിട്ട് എൻ്റെ 3 കളറുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. ബർത്ത്ഡേ പ്രമാണിച്ച് ആ കമ്പനി കാശ് കൊടുത്തിട്ട് എനിക്ക് അയച്ചു തന്നതാണ്. കൂടെ സെബ്രോണിക്സിൻ്റെ ഒരു ഹോം തിയേറ്ററാണ്. ഇതുവരെ തുറന്നിട്ടില്ലാത്തതാണ്. അത് നോക്കുവാണ്. അപ്പോൾ ഇത് ഇവിടെയാണ് പവർ സപ്ലൈ. അതവിടെ കിടന്നോട്ടെ, കുഴപ്പമില്ല. ഇത് ജൂക്ക് ബാർ ZEB SBSPKC3 9900 എന്ന് പറഞ്ഞ സാധനമാണ്. ഇതാണ് പവർ സപ്ലൈ. ഓക്കെ, ഒരു കൊടുക്കറ് തന്നെ. AC കൂടെ ഡെഡ് ഓണാവുന്നില്ല. ഒരു വണക്കം. ഇത് തക്കാലം ഒരു സ്ക്രൂ ഇട്ട് വെക്കാം. ഓൾട്ടായി നോക്കണം. ഓൾട്ടായില്ല. ഓക്കെ, പവർ സപ്ലൈ കംപ്ലൈൻ്റ് ആണ്. പവർ സപ്ലൈ ഊരിയെടുക്കാം. പവർ സപ്ലൈയുടെ സ്ക്രൂ മാത്രമേ ഇച്ചിരി വ്യത്യാസമുണ്ട്. Nice tool. അല്ല, ഇൻസ്റ്റോൾ ചെയ്യരുത്. യെസ്. നമുക്കിന്ന് പവർ സപ്ലൈയുടെ മാത്രം കുഴപ്പമുള്ളതെന്നറിയാം. നമ്മുടെ ആ പവർ സപ്ലൈ നിർത്തി നീല നമുക്കൊന്ന് കുത്തി നോക്കാം. അതെയോ?
ചെറുതായിട്ട് കത്തിയോ? ഇല്ല. ഇല്ല. കത്തിയോ? അപ്പോൾ ഒരു AC കോഡ് കട്ട് ചെയ്തതാണ്. എടുത്ത് മാറ്റിക്കുക. ഇതൊക്കെ എടുത്ത് മാറ്റണം. ഉണ്ടോ? ഈ പാട്ട് പാടുക ഓണാകുമെന്ന് നോക്കിയാൽ മതി. വെക്കുവാണ്. അതൊന്ന് റിപ്പയർ ചെയ്തൊന്നും വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയാലോ, ഈ പവർ സപ്ലൈക്ക് കംപ്ലൈൻറ്റ് വന്നത് ഒന്നാമത് ഈ സെബ്രോണിക്സിൻ്റെ പവർ സപ്ലൈ ഫുള്ള് പ്രശ്നമാണ്. അതെല്ലാം കംപ്ലൈൻറ്റ്. അത് കൂട്ടത്തോടെ അവർ മാറുക. അവർ മാറുന്ന സാധനം തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അത് തന്നെയാണ് മാറുന്നത്. ഉപേക്ഷിച്ച് കിടക്കുന്ന സാധനം, ആ സാധനത്തേത് അല്ല നമ്മൾ പണിയുന്നത്. വീഡിയോ എടുക്കുന്നുണ്ടോ? എടുത്തോ. അത് അങ്ങനെ പണിത് കുളം തോണ്ടി കൊണ്ടിരുന്ന സാധനം എനിക്ക് പണിയാൻ ഇൻട്രസ്റ്റ് കുറയും. ഉള്ള കാര്യം പറയാമല്ലോ. കാരണം ഞാൻ എന്തേരം കിടന്ന് കഷ്ടപ്പെട്ടാലും അത് ശരിയാക്കി എടുക്കാൻ പാടാവുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ എന്നെ വിശ്വസിച്ച് ഇതുവരെ ഒരു മനുഷ്യനെ കൊണ്ട് തൊടിയിക്കാതെ കൊണ്ടുവന്ന സാധനം എൻ്റെ കംപ്ലയിൻറ്റ് ഈസി ആയിട്ട് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. എനിക്ക് തൊടിയിക്കാതെ കൊണ്ടിരുന്ന സെറ്റുകൾ എനിക്ക് ഇനി കൊണ്ടുവന്നാൽ മതി. അല്ലാത്ത ഈ പണിത് 3-4 പേര് നോക്കി അതിൻ്റെ മാക്സിമം വലിച്ചു പറിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളൊന്നും പണിയാനുള്ള സമയം ഇല്ലാതായി ഇപ്പോൾ എനിക്ക്. നേരത്തെ ഞാൻ അതെല്ലാം കഷ്ടപ്പെട്ടിരുന്ന് നോക്കി ചെയ്ത് തരുമായിരുന്നു. ഇപ്പോൾ എനിക്ക് രോഗങ്ങളും കാര്യങ്ങളൊക്കെ ആയി. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പണിയാത്ത സെറ്റുകളുണ്ട്, കൊണ്ടുവന്നാൽ മതി. ഇനി പണിത് മറ്റുള്ളവർ കുളം തോണ്ടി ഇതിൻ്റെ അവൻ ചെയ്തതിൻ്റെ ബാക്കി ചെയ്യാനൊന്നും ഇപ്പം ദൈവം സഹായിച്ച് എനിക്ക് സമയമില്ല. ഞാൻ ഈ വർക്ക് ചെയ്യുന്നത് ഒരു സേവനം പോലെ ഞാൻ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഇതിൻ്റെ ഒരു വരുമാനം ഓർത്ത് ഞാൻ പണിയെടുക്കുന്ന പണിക്കാരനൊന്നും അല്ല. ആദ്യം ഇത് തരുന്നവർ മനസ്സിലാക്കിക്കും.
ഞാനിതിനകത്ത് എനിക്കൊരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്യുന്നുള്ളൂ ഉള്ളൂ. പിന്നെ എന്നെ കാത്ത് എൻ്റെ ടൈം കാത്ത് നിൽക്കാൻ താല്പര്യമുള്ളവർ മാത്രം സാധനം ഇവിടെ വെച്ചാൽ മതി. വിളിക്കുക, തിരിച്ചെടുത്തുകൊണ്ട് പൊക്കോളുക. കാരണം ഒരു മനുഷ്യന് ചെയ്യാവുന്നതിൻ്റെ ഒരു പരിധി ഉണ്ടല്ലോ, അതനുസരിച്ച്. തൊടാതെ കൊണ്ടുവന്ന ഒരു കംപ്ലൈൻ്റ് ആയിട്ട് തൊടാതെ കൊണ്ടുവന്ന ഒരു സെറ്റ് പോലും ഇവിടുന്ന് നന്നാകാതെ പോയിട്ടില്ല. 24 വർഷം തൊടിയിക്കാതെ കൊണ്ടെന്ന് വെച്ചാൽ ആ പൈനീർ ഞാൻ റെഡിയാക്കി വിട്ടത് നിങ്ങൾ കണ്ടല്ലോ. 24 വർഷമായിട്ട് അത് ആ മനുഷ്യൻ നോക്കിയിരിക്കുകയായിരുന്നു, നല്ലൊരു ടെക്നീഷ്യനെ കാത്ത്. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ഗ്ലൂ ഗൺ നിൽക്കുന്നേ. അല്ലാതെ കാണുന്ന ലോകത്തൊരു പയ്യനുണ്ട്, അവനെ കാണിച്ചു. അത് കഴിഞ്ഞ് നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരെയും കാണിച്ചു. അവന്മാരെല്ലാം ആളാകുമ്പോൾ ഇത് ഓരോന്ന് ഊരിയെടുത്തു. അവസാനം സ്ക്രൂ പോലും ഇല്ലെന്നായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ എന്നെ പൂട്ടയ്ക്കാൻ മറിക്കാനാ? ഞാനും ഒന്നും ചെയ്യാനില്ല, എനിക്കൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് കേടായത് പണിയാതെ ഇരിക്കുന്ന നല്ല തെറ്റുകളുണ്ട് കൊണ്ടുവരിക. പണിത് വളർന്നുകൊണ്ട് എല്ലാവരും തിരിച്ചെടുത്തോളുക. പിന്നെ എന്തെങ്കിലുമൊക്കെ മോഡിഫിക്കേഷനൊക്കെ വരുത്തി തരാമെങ്കിൽ ഞാൻ തരാം. അപ്പോൾ ഇതിൻ്റെ സ്വിച്ചൊക്കെ എവിടെ? സൈഡിലാണ്, മേളിലാണ് അല്ലേ? ഓക്കെ, ഒരു പെൻഡ്രൈവ് എടുത്തു. ആണോ? അതിൻ്റെ കണ്ടോ ARCയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. കണ്ടോ ARC തെളിഞ്ഞിരിക്കുന്നു. ആ, സൗണ്ടും വന്നു. സമയമില്ലാത്തതുകൊണ്ട് അധികം താളമൊന്നും പിടിക്കുന്നില്ല. പണിയിലേക്ക് പോവുകയാണ്. സമയമില്ല. അപ്പോൾ ഇത് സപ്ലൈ ഇവിടുന്ന് ഊരി മാറ്റി. അപ്പോൾ ഇതേ ഇരുന്നത് വെറും 5 ആമ്പിയർ പവർ സപ്ലൈ ആണ്. നമ്മൾ 8 ആമ്പിയർ പവർ സപ്ലൈ കയറ്റി വിടാൻ പോവാണ്. പിന്നെ നല്ല വെടിക്കെട്ട് പവർ സപ്ലൈ. അപ്പോൾ അയൺ കുത്തിയിട്ടുണ്ടോ? അയൺ കുത്തിക്കും. അയൺ കുത്തി ഈ പ്ലഗ് ഇവിടുന്ന് അഴിച്ചെടുക്കണം. പുള്ളിയുടെ പാനൽ പോയതാണെന്ന് ആരാണ്ട് വന്ന് പറഞ്ഞതാണ്. പുള്ളി പാനൽ മാറാനിരിക്കുകയായിരുന്നു. അപ്പോൾ സോണിയുടെ ടീ. അപ്പോൾ നമ്മൾ കളയരുത്, ബാക്ക് ലൈറ്റ് പോയതേ കാണുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞതനുസരിച്ച് ഇത് അവിടെ എങ്ങാണ്ടുള്ള ഒരു മെക്കാനിക്കിനോട് നമ്മുടെ വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് അതുപോലെ ചെയ്യാൻ പറഞ്ഞു. മനസ്സിലായില്ലേ? അതുപോലെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ശരിയായി, അടിപൊളിയായി, നല്ല പുത്തൻ TV പോലെ ആയെന്ന് അയാൾ പറഞ്ഞു. അതിനയാൾ താങ്ക്സ് ഒക്കെ വിളിച്ചു എന്നോട് പറഞ്ഞു. നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് അയാൾ ചെയ്തതെന്ന്. അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ഉപകാരം കേട്ടെ. നമുക്കെന്നാ പ്രശ്നം ഇരിക്കുന്നു? നമ്മളത് ഹാപ്പിയല്ലേ? നമ്മളിത് കഴിഞ്ഞാൽ ഇവർ വെച്ചിരുന്ന വെറും പരട്ട പവർ സപ്ലൈയാണ്. നമ്മൾ നല്ല 1 തരം 8 ആമ്പിയർ പവർ സപ്ലൈ, ഇതിൻ്റെ 100 ഇരട്ടി നല്ല പവർ സപ്ലൈ വരുന്നത്. ഇത് കണ്ടോ? ഈ 2 പവർ സപ്ലൈയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നോക്ക്. ഇവിടെ വെക്കാൻ ഇടയില്ലാഞ്ഞിട്ടൊന്നും അല്ല അവർക്ക്. ഇത് കണ്ടോ? ഈ പവർ സപ്ലൈ ആ കമ്പനി വെച്ചിരുന്നത്. ഞാൻ വെക്കുന്നതിൻ്റെ ഇരട്ടി നല്ല. ഇതിൻ്റെ ഹീറ്റ് സിങ്ക് തന്നെ കണ്ടോ? ഇതിൻ്റെ ഹീറ്റ് സിങ്ക് കണ്ടോ? ഇതിൻ്റെ ഹീറ്റ് സിങ്ക് കണ്ടോ? ഇത് ഹീറ്റ് സിങ്ക് കണ്ടോ? ഈ ഹീറ്റ് സിങ്ക് കണ്ടോ? ഉപയോഗിച്ചിരിക്കുന്ന കപ്പാസിറ്ററും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു കപ്പാസിറ്റർ നമ്മൾ 2 കപ്പാസിറ്റർ ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെ നല്ല സാധനങ്ങൾ വെക്കുക. ഇപ്പോൾ ഇനി ഈ സെറ്റിന് പവർ സപ്ലൈ പ്രശ്നം ഒരിക്കലും ഉണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അയണിഞ്ഞെടുത്തു. പക്ഷെ ലെഡിങ് അല്ല, ലെഡ് ഉണ്ടായാലേ ഇത് ഇതാവുള്ളൂ.
ബ്ലൂ സ്പീക്കർ ഇട്ടു. പഠിക്കാൻ പോവാണ്. എല്ലാം അതിനകത്ത് കയറ്റി, നോ പ്രോബ്ലം. പവർ ഓൺ. പണ്ട് സ്ഫടികത്തിനകത്ത് മോഹൻലാലിൻ്റെ പെങ്ങടെ കല്യാണത്തിന് കോടതി ചെല്ലുമ്പോൾ ജഡ്ജിയെ ഒന്ന് തടഞ്ഞു നിർത്തി പറയും, ഒരു കല്യാണം ഉണ്ടായിരുന്നു, പെങ്ങളുടെയാണ്, ഉച്ചയ്ക്ക് മുമ്പ് വിട്ടിരുന്നെങ്കിൽ നല്ലതായിരുന്നു പറയും. ഓർക്കുന്നുണ്ടോ? ആദ്യത്തെ കേസ് മോഹൻലാലിൻ്റെ ആയിരുന്നു. ആ കേസ് മാറ്റിവെച്ച് ഏറ്റവും അവസാനം ജഡ്ജി വിളിച്ചത് ഓർക്കുന്നുണ്ടോ? അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രാവിലെ 10 മണി മുതൽ 3 മണി വരെ സർവീസ് കാര്യങ്ങൾ സംസാരിക്കാനും ഡിസ്കസ് ചെയ്യാനും ബില്ലിടാനും സാധനം സ്വീകരിക്കാനും ഔട്ട്പുട്ട് നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാനും വേണ്ടി ഞങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഈ 3 മണി കഴിഞ്ഞ് ഞങ്ങൾ വല്ല ആഹാരവും കഴിച്ചിട്ടൊരു 4 മണിയാകുമ്പോൾ ഞങ്ങൾ സർവീസിൽ കയറി രാത്രി ഒരു ടൈം വരെ പണിയുമാണ്. അപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നിടയിൽ ഇങ്ങനെ ഫോൺ വിളിച്ച് എൻ്റെ അത് ശരിയായോ ഇത് ശരിയായോ എന്നൊന്നും ചോദിച്ചാൽ പറയാൻ പറ്റത്തില്ല, ഏതാണെന്ന് ആർക്കറിയാം. അപ്പോൾ ഓരോന്നും അനുസരിച്ച് നമ്മളിതെടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളെ വിളിച്ചു തരും. അപ്പോൾ നിങ്ങൾ ഈ വിളിക്കുമ്പം വീണ്ടും നിങ്ങളുടെ സെറ്റ് താമസിക്കുകയെന്ന് മറക്കരുത്, കാരണം ഞങ്ങളുടെ സമയം കളയുക. വളരെ മോശം പരിപാടിയാണിത്. അങ്ങനെ ചോദിക്കുന്നവരുടെ അവസാനം ഞാൻ ചെയ്തു തരുള്ളൂ. അതുകൊണ്ടാ കഥ പറഞ്ഞേ, ചുമ്മാ പറഞ്ഞാൽ ചോദിച്ചാൽ തിരിച്ചെങ്കിലും തരും കേട്ടോ, ചിലപ്പോൾ തിരിച്ചെടുത്ത് തരും. അപ്പോൾ ഇത് റെഡിയായി, ഇത് മാറ്റിക്കോ. ഇനി നമുക്ക് അടുത്ത ആംപ്ലിഫയർ ബാക്കികളെല്ലാം സെറ്റ് ചെയ്യാം. AS21 എന്ന് പറഞ്ഞ ആംപ്ലിഫയർ ഞാൻ പറഞ്ഞില്ല, 5 പേര് ഇതിനു വേണ്ടി പൈസ അടച്ചിരിക്കുമായിരുന്നു. AS21 ഇതൊരു ഈ AS21 ഞാൻ പല പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ്. എന്നാലും ഇപ്പം ഞാനത് സെറ്റ് ചെയ്യാൻ പോവാണ്. ഇതാണ് അതിൻ്റെ ബോർഡ്, ZK AS21 ഡബിൾ കപ്പാസിറ്ററാണ്. മറ്റേതിനൊക്കെ സിംഗിൾ കപ്പാസിറ്റർ ആണെങ്കിൽ ഇതിന് ഓൺ ഓഫ് ഉണ്ട്. പിന്നെ ഈ നെക്സ്റ്റ് പാർട്ട് ഇതൊക്കെ എടുക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പവർ സപ്ലൈ ഒരു വല്ലാത്ത പവർ സപ്ലൈ ആണ്. ഇത് 10 വാട്ട്സ് 36 വോൾട്ട് 12 വോൾട്ടാണ് ഇതിൻ്റെ പവർ സപ്ലൈ.
അപ്പോൾ ആ പവർ സപ്ലൈ സെറ്റ് ചെയ്യണം ആദ്യം. ഞാൻ ചെയ്തിട്ടുണ്ട്. 12 വോൾട്ടും 36 വോൾട്ടും 10 ആംപിയറും. ഒരു കത്തി ചെയ്യുന്നേ, മറ്റേ മുമ്പത്തെ കത്തി എന്തി? കത്തി നമുക്ക് മസ്റ്റാണ്. ഇവിടെ ഉണ്ടോ? ഇല്ലല്ലോ. ഒരു ബോക്സ് എന്നാണ് റെഡിയായി വെച്ചിട്ടുണ്ട്. പവർ സപ്ലൈ ഇഷ്ടം പോലെ ഉണ്ട്. 1, 2, 3, 4, 5, 6 ഇനിയും ഉണ്ട് ഇപ്പോൾ. എൻ്റെ പവർ സപ്ലൈ കിട്ടാത്തതിൻ്റെ പേരിലുള്ള സങ്കടം ആരും പ്രയാസപ്പെടേണ്ട. പവർ സപ്ലൈ കിട്ടിയിട്ടുണ്ട്. ഈ ബോക്സിനകത്ത് ഈ പവർ സപ്ലൈ കൃത്യമാണ്. അടിച്ചിലാമാക്കള പോലെ മുകളിലേക്കും ഇല്ല താഴേക്കും ഇല്ല, അവിടെ തന്നെ ഇരുന്നോളും. ഇതുണ്ടോ, കവറിട്ടങ്ങ് മുറുക്കിക്കൊള്ളാൽ മതി. ഇതേ ഹീറ്റും പൊക്കോളും അത്യാവശ്യം. അപ്പം ഇതാണ് അതിൻ്റെ സംഭവം. അതിൻ്റെ വയറ് കയറ്റണം. S21 full assembled. ZG AS21 ഫുൾ അസംബിൾഡ് ആണ്. വർക്ക് ചെയ്ത് തരുന്നു. അടുത്തുണ്ടാക്കാൻ പോവാണ്. ഇതുകൊണ്ടൊന്നും തീരെയല്ലോ കാര്യങ്ങൾ, അങ്ങനെ നടക്കുന്നു. ഓക്കെ, നാളെ ചെയ്യാം. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് നമുക്ക് പരിപാടി നിർത്താം. ഗുഡ് ബൈ. ഇത് റെഡിയായി. CA പറയണം. നമ്മൾ കുറച്ച് TV സർവീസിങ്ങുകളാണ്. ഇതിപ്പോൾ സോണിയുടെ ഒരു 43 ഇഞ്ച് TV ആണ്. അതിൻ്റെ പാനൽ പോയതാണ്. പുതുതായിട്ട് നമ്മൾ പുതിയ പാനൽ വെച്ചാണ്. ഫുൾ HD പാനലാണ്. അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്യുവാണ്. അപ്പം കുറേ TV-കൾ നമ്മൾ സർവീസ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ആ TV-കളെല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. രാത്രി 12 മണിയാണ് സമയം. ചില കസ്റ്റമറെയൊക്കെ ഞങ്ങൾ വിളിച്ച് ഏൽപ്പിച്ചിട്ടുണ്ട് രാത്രിയിൽ. കാരണം എൻ്റെ നിരന്തരമായി ശല്യം ചെയ്യുന്ന ആൾക്കാരെ ഞാൻ തിരിച്ച് വിളിച്ച് രാത്രിയിൽ ഏൽപ്പിച്ച് TV ശരിയായ സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. ബുദ്ധിമുട്ടായോന്ന് അറിയത്തില്ല, രസത്തിന് ചെയ്തതാണ്. കാരണം വെച്ചാൽ നമ്മൾ രാത്രിയിലിരുന്ന് പണിയുവാണെന്ന് ഇവർ അറിയണമല്ലോ, നമ്മൾ ജോലി ചെയ്യുന്നുണ്ടെന്ന് അറിയണമല്ലോ. അല്ലാതെ നമ്മൾ കിടന്നുറങ്ങുകയല്ല, ശരിക്കും നമ്മൾ വർക്ക് ചെയ്തിട്ടാണ്, വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കുന്നില്ല എന്നുള്ള കാര്യം ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചെന്നുള്ളേ ഉള്ളൂ. അപ്പോൾ സോണിയുടെ ഒരു 43 ഇഞ്ച് ഫുൾ HD പാനൽ മാറിയ TV ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത സെറ്റ് നമുക്കിത് കഴിയട്ടെ, അടുത്ത സെറ്റ് കാണിക്കാം. കുറേ സെറ്റ് നമ്മൾ റെഡിയാക്കിയതുകൊണ്ട് പല കംപ്ലൈൻറ്റുകളായിട്ടാണ് TV-കൾ വരുന്നത്. പാനൽ മാറേണ്ട കേസോ അങ്ങനെയുള്ള കേസുകളാണെങ്കിൽ മാത്രം നമ്മൾ പാനൽ മാറിയാൽ മതിയല്ലോ. അപ്പോൾ അതാണ് ഇതിൻ്റെ കണ്ടീഷൻ. എൻ്റെ ക്ലാരിറ്റിയൊക്കെ പഴയ കണ്ടീഷനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആണെങ്കിലേ ഉള്ളൂ. ഇപ്പോൾ ഏറ്റവും 2025 ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള പാനലാണല്ലോ നമ്മൾ മാറുന്നത്. അതനുസരിച്ച് അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ വീഡിയോയും കൂടെ ജസ്റ്റ് ഒന്ന് കൊടുത്ത് നോക്കാൻ പോവാണ്. വീഡിയോയും കൂടെ നമ്മൾ നോക്കുന്നത് നല്ലതാണല്ലോ, എല്ലാം ചെക്ക് ചെയ്ത് വിടണമല്ലോ. അപ്പം നമ്മളത് വീഡിയോയും കൂടെ ചെക്ക് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ കാണിക്കുമ്പോൾ ഉള്ളൊരു ഏറ്റവും വലിയ പ്രശ്നമെന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ എംബ്ലമൊക്കെ മറച്ച് പിടിച്ചൊക്കെ വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ആ സെക്കൻഡിൽ കയറി കോപ്പിറൈറ്റ് അടിക്കും. അപ്പോൾ അതുകൊണ്ടോ നമ്മൾ എംബ്ലമൊക്കെ മറച്ച് വെച്ചാൽ ചെയ്യുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞ് നമ്മളൊരു ഗ്രാമഫോണിൻ്റെ ചെയ്തപ്പോൾ വേറെ ഓഡിയോ ചെയ്ത് അരോചകമായിരുന്നു. വേറെ ഓഡിയോ ഇട്ടാതെ ഞാൻ ഒറിജിനൽ ഓഡിയോ ഇട്ട് ഞാൻ ആ സാധനം അപ്ലോഡ് ചെയ്ത് കോപ്പിറൈറ്റ് അടിച്ചു. കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്യും, നമ്മുടെ വീഡിയോ ബ്ലോക്ക് ചെയ്ത് കളയും, നമുക്ക് ആർക്കും കാണാൻ പറ്റത്തില്ല. അതായത് നമ്മൾ ലൈസൻസ് ഇല്ലാതെ വേറൊരാളുടെ ഓഡിയോ ഉപയോഗിച്ചാൽ അത് പ്രശ്നമാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കാൻ കുറച്ച് ഓഡിയോസ് യൂട്യൂബ് തരുന്നുണ്ട്, ആ ഓഡിയോ മാത്രമേ നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ഇടുന്നതുകൊണ്ടാണ്, ഓഡിയോസ് ഇടാത്തതുകൊണ്ടാണ് ഇടുന്നത്. വീഡിയോ ആണെങ്കിലും അങ്ങനെ വരാൻ പറ്റില്ല. ഏഷ്യാനെറ്റ് പോലെയുള്ള മൾട്ടിനാഷണൽ കമ്പനികളുടെ ഒരു എംബ്ലം ഏത് നിമിഷം വന്നാലും നമുക്ക് അന്നേരം ആ സെക്കൻഡിൽ അത് കോപ്പിറൈറ്റ് അടിച്ചു പോകും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ ഒറിജിനൽ സാധനങ്ങൾ നിങ്ങളെ കാണിക്കാനോ ആ ഓഡിയോ അതേപടി കേൾപ്പിക്കാനോ ഒന്നും നമുക്ക് നിവൃത്തിയില്ല. അതുകൊണ്ടാണ്, അതാണ് ഇവിടുത്തെ നിയമം. നമ്മുടെ നിയമം അനുസരിച്ചാണല്ലോ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. നമ്മളൊരു രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മൾ ആ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് വേണം ജീവിക്കാൻ. അപ്പോൾ ആ നിയമം പാലിച്ചിരിക്കണം. യൂട്യൂബിനൊരു നിയമമുണ്ട്. ഞങ്ങൾ യൂട്യൂബിൻ്റെ പാർട്ട്നേഴ്സാണ്. അപ്പോൾ ഞങ്ങളുടെ പാർട്ട്ണർ പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. പാർട്ട്ണർ കുറേ നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് സംഭവം. ഇത് അടുത്ത TV ആണ്, TCL എന്ന് പറഞ്ഞ TV ആണ്, 50 ഇഞ്ചാണ്.
ഇത് പാനൽ മാറാൻ വേണ്ടി കൊണ്ടുവന്ന് തന്നാൽ സത്യത്തിൽ ഇതിൻ്റെ പാനലിന് യാതൊരു കുഴപ്പമില്ലായിരുന്നു. പാനൽ പോയതാന്ന് മറ്റ് പുറത്തുനിന്ന് ഒരാൾ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ആരോ കമ്പനിയിൽ നിന്നോ ആരോ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ പാനൽ പോകാത്ത സെറ്റുകളുടെ പാനൽ ഞങ്ങൾ മാറാറില്ല, ഞങ്ങൾ സർവീസ് ചെയ്ത് വിടാറുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെ നന്ദി. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ഹൈപ്പ് എന്ന് പറഞ്ഞൊരു പുതിയ ഉണ്ട്, ലൈക്ക് അടിക്കുമ്പോൾ വരുന്നതാണ്, അതും കൂടെ ചെയ്യുക. താങ്ക് യു.